هم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ബലിപ്പെരുന്നാളിൻ്റെ ഭാഗമായി നമ്മൾ തുടങ്ങിവെച്ച തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ബലിപ്പെരുന്നാൾ നമ്മൾ കഴിഞ്ഞു. ഇനി അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് സൈനുൽ ആബിദ് മരോറം. തൽബിയ പരിപാടിയിൽ സൈനുൽ ആബിദിൻ്റെ കൂടെ ഷഹീറാണ് കൂടെയുള്ളത്. മനോഹരമായ ഒട്ടനേകം പ്രോഗ്രാമുകൾ തൽബിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പെരുന്നാൾ ദിവസം നമ്മൾ ഓരോരുത്തരും കേട്ട് കഴിഞ്ഞു. പറപ്പൂരിൽ നിന്നുള്ള 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നജ പർവീൻ്റെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതെ, നമ്മൾ കുറേയേറെ പാട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മളൊരു പാട്ടോട് കൂടിയാണ്. നജ പർവീനിൻ്റെ പാട്ട്, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നജയുടെ പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം. സുഹൃദം തരുങ്കുരു ഷറഫുടെ നിധിമതി സന്തോഷം പൊന്തിൽ ചന്ദ്ര മുന്തിയ സുന്ദര ചന്ദ്ര ശോഭിതാരുൾ പൊരുൾ കസൂറ അഹമന് പുണർந்த സുഗന്ധ വല്ലി മികந்த പുകൈந்த കന്നി പിറந்த നബിക്കും ഫാത്തിമത്തു സുഹറ മെച്ചമില്ല ക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സഖിയലി ഹോജ തരുൾ തരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹറ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. മാഷാ അല്ലാഹ്, നല്ലൊരു സോങ്ങാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളുള്ളത്. ഈ എപ്പിസോഡ് ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നജ പർവീൻ ആയിരുന്ന ഒരു പാട്ടുമായിക്കൊണ്ട് ഇനിയും നമ്മളിലേക്ക് കുറേയേറെ കൂട്ടുകൾ വരാനുണ്ട്. അടുത്തതായി ആരാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി ഒരു പാട്ടുമായി നിഹാ നസ്രിൻ പി ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നിഹാ നസ്രിൻ പിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ ആർക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉണർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചെയ്തി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ ഗത്താബിൻ മറുപടി അത് വിടുത്തി. അതിൻ്റെ ബദൽ
ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻ കുട്ടി ഖലീലുള്ളാക്ക്. വേഗം മാടിനെയാറുത്തി ഇബ്രാഹിമിൻ ഹക്ക്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മാഷാ അല്ലാ, നല്ലൊരു പാട്ടാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന കുറേയേറെ പാഠങ്ങളുണ്ട്. വളരെയേറെ പ്രായമെത്തിയിട്ടും കുറേയേറെ രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ നബി. ആ ഇസ്മായിൽ നബിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് നമ്മളോട് ഇപ്പോൾ നിഹാ നസ്രീൻ പി പി അവതരിപ്പിച്ചത്. അതെ, നിഹാ നസ്രീൻ പി പിയുടെ പാട്ടിന് ശേഷം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എറണാകുളം ആലുവയിൽ നിന്നുള്ള, ഇപ്പോൾ സൗദി അറേബ്യ ജുബൈലിൽ ഉള്ള നിഹാൽ ജിയാസിൻ്റെ ഒരു അറബിക് പാട്ടാണ്. ഓക്കെ, അറബിക് പാട്ട് നമുക്ക് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർക്കാനുൽ ഇസ്ലാമിൽ ഖംസ احفظها يحفظك الله توحيد الله فنشهد أن لا إله إلا الله وكذا نشهد أن محمد خير الخلق رسول الله وإقام صلاتي بخشوع لا إسلام بخير صلاة وأداء زكاتي بسخاء نعطيها لعباد الله وصيام رمضان بصدق لأنال به تقوى الله والحج على القادر فرضا وشوقاه لبيت الله والحج على القادر فرضا وشوقاه لبيت الله. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. മോനെ, അതായത് നിഹാൽ നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ച പാട്ട്, അറബിയിലുള്ളൊരു സോങ്, ഇസ്ലാം കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ ഒരു സോങ്ങിലൂടെ, അല്ലേ? അതെ, അർക്കാനുൽ ഇസ്ലാം, നല്ല സന്ദേശമുള്ള അർത്ഥമുള്ള ഒരു അറബി പാട്ടാണ് നിഹാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിഹാലിന് എല്ലാവിധ ഭാവുകങ്ങളും പീസ് റേഡിയോ ടീമിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകമായി അറിയിക്കുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് അടുത്തൊരു പാട്ടാണ്. നിഹല ഫാത്തിമ KN അവതരിപ്പിക്കുന്ന ഒരു പാട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിനടുവിൽ പിടയുന്ന മനുജനെ കാവൽ നൽകിടും അല്ലാഹു. കടലിനടുവിൽ പിടയുന്ന മനുജനെ കാവൽ നൽകിടും അല്ലാഹു. കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരേക്കകറ്റിയിടും അല്ലാഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എന്നോ മരിച്ച് പോയവരോട്, മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എന്നോ മരിച്ച് പോയവരോട്, മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എന്തിന്
അതുകൊണ്ട് എന്ത് ഗുണം? തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. കാരുണ്യമേറിയോരല്ലാഹുവേക്കാളും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ? കാരുണ്യമേറിയോരല്ലാഹുവേക്കാളും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ? എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. നല്ലൊരു പാട്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്ത് പ്രയാസം വന്നാലും നമ്മളുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് അള്ളാഹുലേക്ക് മാത്രമാണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാട്ടുമായിക്കൊണ്ടാണ് നമ്മളോടൊപ്പം നെഹ്ല ഫാത്തിമ നെഹ്ല ഫാത്തിമ KN നമ്മളോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ തൽബിയ പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നൗറ അബ്ദുൽ ഷുക്കൂറാണ് അടുത്തൊരു പാട്ടുമായി നമ്മളോടൊപ്പം ചേരുന്നത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞു മോളാണ്. കൊത്തക്കുറിശ്ശിയിൽ നിന്നുള്ള നൗറ അബ്ദുൽ ഷുക്കൂർ. സലാമു അലൈക്കും. കടലും കരയും കാടുകളും പുല്ലും പൂവും പൂകടിയും വയിലും മഴകും മാതുതരും സത്യശവനല്ല സൂര്യചന്ദ്രന്താരങ്ങൾ നീലാകാശം ഗോളങ്ങൾ കുമരമോഹരലോകങ്ങൾ അകപ്പടച്ചവനല്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. കുഞ്ഞുമോൻ്റെ അടിപൊളി പാട്ടായിരുന്നു. മാഷാല്ലാ. അതെ, കുഞ്ഞുമോളുടെ ഒരു ക്യൂട്ട് വോയിസിലുള്ള അതെ, അടിപൊളി. മാഷാല്ലാ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ ആരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രോതാക്കളിലേക്ക് വന്ന ഈ കുഞ്ഞുമോൾ നൗറ അബ്ദുൽ ഷുക്കൂറിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. TAM UP സ്കൂൾ എടത്തനാട്ടുകരയിൽ നിന്നുള്ള UKG ക്ലാസ്സിൽ പഠിക്കുന്ന നുഹ സലാഹാണ് അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത്. നുഹ സലാഹിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ നുഹ സലാഹ്. ഞാൻ UKG പഠിക്കുന്നു. കാലത്തെന്നുമുണേരേണം കൈയും മുഖവും കഴുകേണം പല്ലും വായം ശുചിയാക്കി അംഗശുദ്ധി വരുത്തേണം സുബയിൽ റബ്ബിനെ കുനിയേണം രാവിലെ തന്നെ കുളിക്കേണം ഉമ്മ തരുന്നൊരു ആഹാരം ചവച്ചരച്ച് കഴിക്കണം തലമുടി നന്നായി ചീകിയിട്ട് ചെരിയില്ലാത്തൊരുടുപ്പിട്ട് തോളിൽ ബാഗ് തൂക്കിയിട്ട് ചുണയായി ക്ലാസ്സിൽ പോകണം. മാഷാല്ലാ, ഒരു അടിപൊളി പാട്ടാണ്. അതെ, നമ്മളൊരു ദിനചര്യകളുണ്ടല്ലോ, ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു പാട്ടായിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുകയായിരുന്നു നമ്മുടെ നുഹ സ്വലാഹ്. UKG വിദ്യാർത്ഥിനിയായ നുഹ സ്വലാഹിന് പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ
പുതിയ എപ്പിസോഡ്. ഈ എപ്പിസോഡ് തുടർന്ന് പോകുമ്പോൾ ഇനിയും ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ തരം കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നുവ ഫാത്തിമ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന TIC ഇസ്ലാമിക് തിരൂർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നുവ ഫാത്തിമയുടെ പാട്ടാണ് അടുത്തതായി സ്റ്റാർ ക്വസ്റ്റ് എപ്പിസോഡിൽ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. മൈലാഞ്ചി ചോപ്പിക്കും രാവാണ്, ഈദുല്ലക്ക് പെരുന്നാളാണ്. മാനത്തെ താരകം മിന്നി നിന്ന് എന്ന് മക്കുത്തരക്കുത്ത സ്ഥാനത്തിരുന്നിട്ട് ഹർഫായിടുന്നിക്കും രാവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ജനങ്ങൾ ലക്ഷ്യത്തിലെത്തുന്ന രാവാണ്. ഈദുൽ മുബാറക് ഈദുൽ അക്ബർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ഈദുൽ മുബാറക് ഈദുൽ അക്ബർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. മാനത്തരമ്പിളി മേലെ ഈദുൽ അക്ബർ, തക്ബീറിംഗ് മന്ത്രങ്ങൾ താഴെ ഈദ് മുബാറക്. മാനത്തരമ്പിളി മേലെ ഈദുൽ അക്ബർ, തക്ബീറിംഗ് മന്ത്രങ്ങൾ താഴെ ഈദ് മുബാറക്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. നുവ ഫാത്തിമ നമ്മളിലേക്ക് എത്തിച്ചത് ബലിപെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ. നമ്മൾ ഇന്നലെ ഇന്നും നാളെയും മറ്റന്നാളുമായിക്കൊണ്ട് നമ്മൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അയ്യാമു തശ്രീഖിൻ്റെ കാര്യങ്ങളടക്കം എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ബലിപെരുന്നാൾ ദിനത്തിൻ്റെ സന്തോഷങ്ങൾ അഴവിറക്കിക്കൊണ്ട് കൈകളിൽ മൈലാഞ്ചിയിട്ട് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുകൾ നടക്കുന്നതിൻ്റെ രംഗമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുമായിക്കൊണ്ടാണ് നുവ ഫാത്തിമ നമ്മോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ ടീമിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നുവമോൾക്ക് അറിയിക്കുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിലെ, തലശ്ശേരിയിലുള്ള MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നെയ്ല നഫീസയുടെ ഒരു പാട്ടാണ്. Assalamu alaikum wa rahmatullahi wa barakatuh. I am Neila Nafisa, studying at 7th standard in Al Hikma Madrasa, Chambad, and in 6th standard at MS Bawa Residential School, Talsheri. First of all, I want to wish you all a great Eid al-Adha. Let's start. നൂറായി തെളിഞ്ഞല്ലോ തൗഹീദിൻ മാറ്റുലികൾ, ഹുബ്ബായി നിറഞ്ഞല്ലോ സുതിരില്ലാത്തേനുലികൾ. നൂറായി തെളിഞ്ഞല്ലോ തൗഹീദിൻ മാറ്റുലികൾ, ഹുബ്ബായി നിറഞ്ഞല്ലോ സ്വതിരില്ലാത്തേനുലികൾ. ഉള്ളു നിറഞ്ഞു കവിഞ്ഞു തുളുമ്പി ഇൽമിൻ മണിമുത്തുകളാൽ ഉള്ളിലൊരുത്തിരി വെട്ടം തെളിച്ച് ഖുർആനിനുണർത്തലുകൾ. ഉള്ളു നിറഞ്ഞു കവിഞ്ഞു തുളുമ്പി ഇൽമിൻ മണിമുത്തുകളാൽ ഉള്ളിലൊരുത്തിരി വെട്ടം തെളിച്ച് ഖുർആനിനുണർത്തലുകൾ. പുതുമഴയായി പുതുജീവനതേകി കൽബിലൊരായിരം വിത്തത് പാകി ഈമാനിൻ മാധുര്യം നുകർന്നിടുന്നേ. നമ്മൾ ഒത്തൊരുമിച്ച് കൈകൾ കോർത്ത് ഖുർആനിൻ വാതിൽ തുറന്ന് പതിയെ പതിയെ നടന്നു തുടങ്ങി അഹദവനും സ്നേഹം തേടി. നൂറായി തെളിഞ്ഞല്ലോ തൗഹീദിൻ മറ്റുലികൾ, ഹുബ്ബായി നിറഞ്ഞല്ലോ സുതിരില്ലാത്തേനുലികൾ. ഇഹലോക ജീവിതമാത് നശ്വരമെന്ന് തിരിച്ചതറിഞ്ഞ് ജന്നാത്തിൻ ഫിർദൗസിനെ കുറിച്ചിടുന്നേ. എന്നും ഇച്ഛകളൊക്കെ അടക്കി പിടിച്ച് മേനിയതവനിൽ കീഴ്വടക്കി ശ്രമിച്ചിടുന്നേ, വീണ്ടും ശ്രമിച്ചിടുന്നേ. കാരുണ്യവാനൊന്ന് കൃപാകടാക്ഷത്ത ഈ പാതയിൽ നമ്മെ ഉറപ്പിക്കണേ. സദാ അവിടുത്തെ ദിക്റുകളാലെ ചുണ്ട് നനച്ച് കൈകൾ ഉയർത്തി കണ്ണ് നിറച്ച് തേങ്ങലടക്കി ദുആ ചെയ്യുന്നേ, വീണ്ടും ദുആ ചെയ്യുന്നേ. കാരുണ്യവാനൊന്ന് കൃപാകടാക്ഷത്ത ഈ പാതയിൽ നമ്മെ ഉറപ്പിക്കണേ. സദാ അവിടുത്തെ
ദിക്റുകളാലെ ചുണ്ട് നനച്ച് കൈകൾ ഉയർത്തി കണ്ണ് നിറച്ച് തേങ്ങലടക്കി ദുആ ചെയ്യുന്നേ, വീണ്ടും ദുആ ചെയ്യുന്നേ. നൂറായി തേളിന്നല്ലോ തൗഹീദിൻ മാറ്റൊലികൾ, ഹുബ്ബായി നിറഞ്ഞല്ലോ സുതിരില്ലാത്തേനൊലികൾ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. നല്ല ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിലും നല്ലൊരു പാട്ടെന്ന് പറയണം. അത്രയും നല്ലൊരു പാട്ട്, തൗഹീദും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാട്ടുമായി കൊണ്ടാണ് നെയ്ല നഫീസ നമ്മോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീച്ചുമായിക്കൊണ്ട് ദമാമിലെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലുള്ള റൈഹാൻ അനസാണ്. അതെ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ റൈഹാൻ അനസിൻ്റെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം. Assalamu alaikum wa rahmatullahi wa barakatuh, and Eid Mubarak to all. Today we are blessed to celebrate Eid al-Adha, a day of sacrifice, devotion and gratitude. This Eid reminds us of the story of Prophet Ibrahim alayhi salam, who showed complete submission to Allah by willing to sacrifice his son Ismail alayhi salam. Allah in his mercy replaced the sacrifice with a goat, teaching us the value of faith, obedience and trust in Allah's plan. This Eid falls during the first 10 days of Dhul Hijjah. These 10 days are no ordinary days. The Prophet Muhammad sallallahu alaihi wasallam said, "There are no days in which righteous deeds are more beloved to Allah than these 10 days." That means the first 10 days of Dhul Hijjah are the most blessed days of the entire year, just as the last 10 nights of Ramadan are the most blessed nights. In these days, the reward for good deeds is multiplied, and we are encouraged to increase our prayers, fasting, charity, and remembrance of Allah. The day of Arafah, the 19th Dhul Hijjah, is especially important. It is a day of immense mercy and forgiveness. Eid al-Adha also teaches us to care for others through Qurbani. We share our belongings with the poor and hungry, spreading joy to every corner of our community. So today, let us celebrate with gratitude, and let us remember the values of sacrifice and compassion, and let us carry the spirit of these scared days in our hearts every day. May Allah accept our worship, forgive our sins, and bless the entire ummah. Ameen. അമീൻ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. റയാൻ അനസ് അവതരിപ്പിച്ച ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ കേട്ടത്. ബലിപെരുന്നാളുമായിക്കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു സ്പീച്ച് നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പീസ് റേഡിയോ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഇനിയും ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് തോന്നുന്നു, അല്ലേ സഹിറ? അതെ, അടുത്തൊരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സൽസബീൽ മദ്രസ കേച്ചേരിയിലുള്ള റയ്യാനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന റയ്യാൻ്റെ ഒരു പാട്ടിലേക്കാണ് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹ്റബത്തൂൽ സാഖിയറാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃദം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തുരു ചന്തം മുന്തിന് സുന്ദരി ചന്ദിരി ശോഭി സൂര പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന് സുഗർന്ന് മല്ലി മികർന്ന് തുകർന്ന് കന്നി പിറന്ന നബിക്കുമ്പം ഫാത്തിമത്ത് സുഹ്റ മെച്ചമില്ലക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സഖി ഹലിയോജ തരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുമകൾ സുഹ്റ സുഹ്റബത്തൂൽ സാഖിയറാളിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃദം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു ചന്തം മുന്തിന് സുന്ദരി ചന്ദ്രി ശോഭി സൂര പൊരുൾ കസൂറ.
മഹിനക്കരളിന്റെ കഷണമിന്നൊരുളിടെ മഹിർമത്താര മത ഉലകിട്ട് വെളിപ്പെട്ട് തരം പോലുൽ മതവിധി തരം തേനടിമുടി തരുഗുരു അവർ ആത്പുകൾ മഹിള മുത്തു സുജുതിലാണ്ടേ പിത്തനിക്കാനുണ്ടേ ഉട്ടക്കൊതുകുതുമുണ്ടേ ക്ഷീരപിടലേ മുത്തു സുജുതിലാണ്ടേ പിത്തനിക്കാനുണ്ടേ ഉട്ടക്കൊടുകുതുമുണ്ടേ ക്ഷീരപിടലേ തളർത്തു നടവടി എതിർത്തു മതമുഖി എതിർത്തു വികൃതമേ കടച്ചിലട പടച്ചട്ട പുതുമാരൻ ചമഞ്ഞിട്ട് പുറത്തു കൂടിടലാലി പുലി പൂവിക്കണം യുവത സുഹറബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാസലാമിന്റെ സുഹൃദം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പുന്തുരു സ്വന്തം മുന്തിന് സുന്ദരി ചന്ദിരി ശോഭിസൂര പൊരുൾ കസൂറ. മാഷാ അല്ലാ, ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. നല്ല ഭംഗിയിൽ, നല്ല എന്താ പറയുക, ഒരു അടിപൊളി മാപ്പിളപ്പാട്ടുമായി കൊണ്ടാണ് നമ്മോടൊപ്പം റയ്യാൻ ചേർന്നത്. റയ്യാൻ്റെ പ്രോഗ്രാമിന് ശേഷം ഇനിയും ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാൻ. റയ്യാനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മോടൊപ്പം ചേരുന്നത് റീം അബ്ദുറഹീം റീം അബ്ദുറഹ്മാൻ. 4 വയസ്സുള്ള റീം അബ്ദുറഹ്മാൻ്റെ ഒരു അറബി പാട്ടിലേക്കാണ് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത്. അലോ സൂറത്തു ജമാഅത്തു കശ കശവ കശ ബനത്തിൽ ഓഷ ഓഷവ ആലി ഫൗക ഷജറ യാലു യാലു ഇന്ദൽ ഖമറ മൻ അല്ലമഹ തബിനിൽ ഓഷ മൻ അല്ലമഹ ത്വരീഖൽ ഓഷ ഹുവല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഒരു അടിപൊളി പാട്ട്, അറബി പാട്ട്. 4 വയസ്സാണെങ്കിലും അടിപൊളിയായി സുന്ദരമായി കുഞ്ഞുമോള് പാടിയിട്ടുണ്ട്. റീം അബ്ദുറഹ്മാന് പീസ് റേഡിയോ തെൽബിയ ടീമിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും. പീസ് റേഡിയോ തെൽബിയ സ്റ്റാർ ക്വസ്റ്റ് എപ്പിസോഡ് തുടരുകയാണ്. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നു അഫ്ര രണ്ടത്താണി. 6ാം ക്ലാസ് പഠിക്കുന്ന അഫ്ര രണ്ടത്താണിയുടെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കാനുള്ളത്. റഹ്മാനി രണ്ടത്താണി, അത് സ്കൂളിൻ്റെയോ മദ്രസിൻ്റെയോ പേരായിരിക്കും. അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് അഫ്രയുടെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉടനെ കഴുത്തിൻ്റെ തറുക്കു പാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തിൻ്റെ തറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കു ബാപ്പാ, നേരെ പിടിവാൾവെ ചറുക്കു ബാപ്പാ. നേരം കളയാതെ അറുക്കു ബാപ്പാ, നേരെ പിടിവാൾവെ ചറുക്കു ബാപ്പാ. ബലിയാൽ തവ ദേഹം കൊടുക്കുന്നേരം വലിയോൻ തുറക്കുന്നു സുബർഗമേഴും. ബലിയായി തവ ദേഹം കൊടുക്കുന്നേരം വലിയോൻ തുറക്കുന്നു സുബർഗമേഴും. ബാപ്പാ അവിടെ ഞാൻ നദി കാണുന്നു,
മൂപ്പും മുഴപ്പുള്ള കനി കാണുന്നു. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു. മൂപ്പും മുഴപ്പുള്ള കനി കാണുന്നു. തക്ബീർ മുഴക്കി കൊണ്ടറുക്കൂ ബാപ്പ. തൗഫീഖുടയോനോ നടുക്കൂ ബാപ്പ. തക്ബീർ മുഴക്കി കൊണ്ടറുക്കൂ ബാപ്പ. തൗഫീഖുടയോനോ നടുക്കൂ ബാപ്പ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. തക്ബീർ മുഴക്കി കൊണ്ടറുക്കൂ ബാപ്പ. തൗഫീഖുടയോനോ നടുക്കൂ ബാപ്പ. ഉടനെ കഴുത്തെൻ്റേതറുക്കൂ ബാപ്പ. ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. നമ്മൾ അഫ്രയുടെ ഒരു പാട്ടാണ് കേട്ടത്. അഫ്ര മോളെ, എല്ലാവിധ അഭിനന്ദനങ്ങളും പീസ് റേഡിയോ ടീമിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ അഫ്രയുടെ ഒരു പാട്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനുമായിട്ടുള്ളൊരു സംഭാഷണം അല്ലേ? അതെ, ഒരു നല്ല അർത്ഥമുള്ള ആശയമുള്ള ഈ സമയത്ത് നമുക്ക് കേൾക്കേണ്ട ആശയമുള്ള ഒരു അടിപൊളി ഗാനമാണ് അഫ്ര അവതരിപ്പിച്ചത്. അഫ്രക്ക് എല്ലാവിധ ഭാവുകങ്ങളും പീസ് റേഡിയോയിൽ നിന്നും. പീസ് റേഡിയോ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഫൈഹാപ്പി ഒരു പാട്ടുമായിക്കൊണ്ടാണ്. IOHS ഓറിയൻ്റൽ ഹൈസ്കൂൾ, എടവണ്ണയിലെ ഓറിയൻ്റൽ ഹൈസ്കൂളിൽ നിന്നുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫൈഹ മോളുടെ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് പൂനീലാവെങ്ങും പരന്നൊരു നേരത്ത് ഞാൻ എൻ്റെ കൽബിൻ ബൂറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് തൗഹീദിൻ മന്ത്രം മുഴക്കാനീ ഭൂവിത് മുന്നേ പാടി തീർത്ത മങ്ങാത്ത മന്ദിരം. തൗഹീദിൻ മന്ത്രം മുഴക്കാനീ ഭൂവിത് മുന്നേ പാടി തീർത്ത മങ്ങാത്ത മന്ദിരം. കണ്ടെൻ്റെ കണ്ണ് കുളിർത്തുവല്ലോ, എൻ്റെ കൽബിൻ കറകളൊഴിഞ്ഞുവല്ലോ. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് വന്യറസൂലിന്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ. വന്യറസൂലിന്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ ഞാനെൻ കാരങ്ങളിൽ വാരി വാരി എൻ്റെ കണ്ണീനയപ്പോൾ നിറഞ്ഞു തൂകി. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് റബ്ബിൻ വിളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം. റബ്ബിൻ വിളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം.
ഞാനതിൽ നന്നായി അലിഞ്ഞു ചേർന്നു. എൻ്റെ ഞാനെന്ന ഭാവങ്ങൾ തേഞ്ഞു മാഞ്ഞു. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്, ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്, സംസത്തിനമൃതം ആദിവാരെ മോന്തുമ്പോൾ ഹാജറ പുത്രന്റെ പൈതാഹമോർത്തുപോയി. സംസത്തിനമൃതം ആദിവാരെ മോന്തുമ്പോൾ ഹാജറ പുത്രന്റെ പൈതാഹമോർത്തുപോയി. ഗതകാല ചിത്രങ്ങൾ മാറി മാറി എൻ്റെ മനതാരിൽ മിന്നി തെളിഞ്ഞു പോയി. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് പൂനീലാവെങ്ങും പരന്നൊരു നേരത്ത് ഞാൻ എൻ്റെ ഖൽബിൽ ബൂറാഖിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്, ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്. മാഷല്ലാ, ഫൈഹ മോളുടെ ഒരു അടിപൊളി സോങ്ങാണ് തെൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഈ എപ്പിസോഡിൻ്റെ അവസാനമായി നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതിങ്ങനെ നമ്മൾ മക്കയും മദീനയും ഹറമും അതുപോലെ തന്നെ എന്താ പറയുക അറഫയും നമീറയൊക്കെ എങ്ങനെ ഓർക്കാൻ പറ്റിയ രീതിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പാട്ട് അല്ലേ? അതെ, ഒരു മനോഹരമായ ഗാനം. ഹറമിൻ്റെ ചാരത്ത് ഇങ്ങനെ പോയി നിന്നിട്ടുള്ള ഒരവസ്ഥയൊക്കെ ഇങ്ങനെ അവിടെ പോയി വന്നവർക്ക് ശരിക്കും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. മാത്രമല്ല ഇത് പോയി വന്നവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ അവിടത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് അവിടേക്ക് പോകാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ഏറെ ആഗ്രഹവും മനസ്സിൽ തോന്നുന്ന തരത്തിലുള്ള മനോഹരമായ, അത് പല കുട്ടികളും പല രൂപത്തിലും പാടുന്നത് കേൾക്കാറുണ്ട്. ഏതായാലും അത്തരം ഒരു ആഗ്രഹമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. ഹജ്ജ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ആഗ്രഹമായി ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഹജ്ജ് ചെയ്യാൻ വേണ്ടി തൗഫീഖ് ലഭിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതെ, നമ്മൾക്കൊക്കെ പലപ്പോഴും നമ്മൾക്കൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടാകും. പല ആളുകളും പ്രായ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, പോകാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്, നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗവും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾക്കൊക്കെ അവിടെ എത്താനും ഹജ്ജും ഉംറയും ഒക്കെ അല്ലാഹു തആല സ്വീകരിച്ച രീതിയിൽ തന്നെ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മാത്രമല്ല ഉള്ളത്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പല രീതിയിൽ എല്ലാ ആഴ്ചകളിലും നമ്മൾ സ്റ്റാർ ക്വസ്റ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഇതുപോലെ ദിവസങ്ങളൊക്കെ സ്പെഷ്യൽ എപ്പിസോഡുകൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ അവതരിപ്പിക്കാൻ ഈ ഒരു ആവേശം നമ്മൾക്കുണ്ടാവണം. നമ്മുടെ മക്കളുടെ ഭാവി അവർക്ക് എവിടെ എത്താൻ കഴിയുമോ അവിടെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് പീസ് റേഡിയോ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബലിപെരുന്നാൾ പിറ്റേന്നുള്ള ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ട്രഷർ ഹണ്ട് അടക്കമുള്ള ഒട്ടനേകം നല്ല പ്രോഗ്രാമുകൾ ഇന്ന് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഒരു ഗെയിം രൂപത്തിൽ നമുക്ക് ഒരു ദിവസത്തെ മനോഹരമാക്കാൻ, ഒട്ടനേകം അറിവുകൾ ലഭിക്കാൻ നമുക്ക് കഴിയുന്ന ട്രഷർ ഹണ്ടിലൊക്കെ നമ്മൾ പൂർണ്ണമായി പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തുക. ഇന്നത്തെ ഈ ആദ്യത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരുപാട് കൂട്ടുകാർ മറ്റു പരിപാടികളുമായി നമ്മളോടൊപ്പം ചേരും. നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പീസ് റേഡിയോയുടെ മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ സൈനുൽ ആബിദ്, കൂടെ ഷഹീർ. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.